السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അൽഹംദുലില്ലാ. നമ്മള് ഐഫോസിന്റെ കഴിഞ്ഞ വർഷത്തെ ട്രയൽ ലോഞ്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 ഇയർ ആവാനായി. അൽഹംദുലില്ലാ. കുറെ ആൾക്കാരെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പം ഇവിടെ ഇത് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ കുറെ ആൾക്കാർ കോഴ്സസ് കാണുന്ന, കമ്മ്യൂണിറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ടും ഈവൻ കുറെ സജഷൻസും ചില പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ റേസ് ചെയ്തത് കൊണ്ടാണ് അൽഹംദുലില്ലാ നമുക്ക് ഇങ്ങനെ പോകെ ബെറ്ററായി വരാൻ പറ്റിയത്. അൽഹംദുലില്ലാ ഇന്നത്തെ സെഷനിൽ നമ്മൾ നിങ്ങളുടെ സജഷൻസ് എടുത്തിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞിട്ടും എന്തൊക്കെയാണ് പുതിയത് കൊണ്ടുവന്നത് എന്നൊക്കെ നമ്മൾ കാണിക്കും ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പം ഇവിടെ അതായത് ഐഫോസി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്ത, അതായത് ഡൗൺലോഡ് ചെയ്തിട്ടും രജിസ്റ്റർ ചെയ്തിട്ടും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു തംസ് അപ്പ് തരുമോ, ഹാൻഡ് റൈസ് ചെയ്യോ, എന്തെങ്കിലും ചെയ്യോ? പുതിയ ആൾക്കാരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഓക്കെ, എന്തല്ല അപ്പം ആരെങ്കിലൊക്കെ ഉണ്ട് അല്ലെ, തീരെ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം പുതിയ ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞാൽ വേസ്റ്റ് ആവില്ലല്ലോ, അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാ, ജസാക്കില്ലാഹു ഖൈറ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പം ഇന്നത്തെ അജണ്ട മെയിൻ ആയിട്ട് ഇൻട്രൊഡക്ഷൻ ടു ഐഫോസി. ഇൻട്രൊഡക്ഷൻ ടു ഐഫോസി എന്ന് പറയുമ്പോൾ കുറച്ച് റീ ഇൻട്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, കാരണം നമ്മൾ കുറെ പ്രാവശ്യമൊക്കെ പല സെഷൻസിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് പേരൻസിനും പിന്നെ പുതിയ മെമ്പേഴ്സിനും, അത് പുതിയ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പേരൻസ് കുട്ടികളും പറ്റും. പിന്നെ ലേറ്റസ്റ്റ് ചേഞ്ചസ് എന്താന്ന് പറയും, നമ്മളുടെ ഡെമോ ഉണ്ടാവും, പിന്നെ ഒരു Q&A, അതായത് നിങ്ങളെ ഡൗട്ട്സ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ, ഐഫോസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു Q&A ഉണ്ടാവും ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മളെ ഒരു എന്താ പറയാ, വിഷൻ എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങും. നമ്മളുടെ വിഷൻ എന്ന് പറയുന്നത് ഡീപ്പ് റൂട്ടഡ് ട്രീസ് ഗ്രോ സ്ട്രോങ് ആൻഡ് ഗിവ് ഷെയ്ഡ്സ്. ഇവിടെ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ആ ഉദ്ദേശിക്കുന്നത്. അതായത് നല്ലപോലെ വേരിറങ്ങിയ മരങ്ങളാണ് നല്ല സ്ട്രോങ് ആയിട്ട് വളരാം. അങ്ങനെയുള്ള മരങ്ങൾക്കാണ് തണല് നൽകാൻ പറ്റുക. പ്ലസ് തണലിന്റെ കൂടെ ചിലത് ഫലങ്ങളും അല്ലെ, ഫ്രൂട്ട്സും തരും. സുബ്ഹാനല്ലാഹ്, എല്ലാ മരങ്ങൾക്കും ഫ്രൂട്ട്സ് ഉണ്ടാവില്ല. ചിലതിന്റെ ഉറപ്പായിട്ടും കിട്ടുന്നത് ഷെയ്ഡാണ്, ചിലതിന് ഫ്രൂട്ട്സും ഉണ്ടാവും. അപ്പം അതാണ് നമ്മളുടെ മോട്ടോ അല്ലെങ്കിൽ വിഷൻ എന്ന് പറയുന്നത് ഐഫോസിയുടെ. അപ്പോൾ നമ്മളെ കുട്ടികളും മാഷാ അല്ലാഹ്, നമ്മളെ കുട്ടികളൊക്കെ നമ്മളുടെ ജെംസ് ആണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല മക്കളാണെന്നറിയോ. നമ്മൾ ഈ കുറച്ചു കാലം അവരെ പരിചയപ്പെട്ടപ്പോൾ സംസാരിച്ചപ്പോൾ ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു സന്തോഷം, ആ ഒരു പോസിറ്റിവിറ്റി ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര. വലിയവരടുത്ത് സംസാരിച്ചാലും വലിയവരടുത്ത് ഇന്ററാക്ട് ചെയ്താലും നമുക്ക് അത്ര കിട്ടില്ല. അത്ര അടിപൊളിയാണ് നമ്മളെ മക്കള്. നമ്മളെ മൂഡൊക്കെ ഓഫ് ആയിരിക്കുമ്പോൾ ഓൺ ആക്കാൻ പറ്റിയ എല്ലാം, ഓരോ കുട്ടികളും ഓരോ ജെംസാ മാഷാ അല്ലാഹ്. അപ്പം ആ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ബ്രിങ് അപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് അവരിലെ വേര് താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഐഫോസി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത്, ഇവിടെ സൈഡിലെ പിക്ചേഴ്സ് ഒക്കെ കാണുന്നത് പോലെ ഇതൊക്കെ നമ്മൾ ഐഫോസി കൊണ്ട് പ്രത്യേകിച്ച് കിഡ് സെക്ഷനിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അവർ കുറച്ച് കളിക്കുക, വരയ്ക്കുക, എഴുതുക, അതിന്റെ കൂടെ അറിയാതെ കുറച്ച് വായിക്കുക, കുറച്ച് ഗെയിമുകളൊക്കെ കളിക്കുക, കുറച്ച് അവരുടെ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുക. അങ്ങനെ അതായത് പൊതുവേ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ്, ഫൺ എന്നൊക്കെ പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് എവിടുന്നാ കിട്ടുക? ഒന്നെങ്കിൽ സ്കൂൾ എൻവയൺമെന്റ് എന്നും, അല്ലെങ്കിൽ പുറത്തുള്ള അല്ലെ ആ ഒരു റെസിഡൻസ് സർക്കിളോ അങ്ങനത്തെ എന്തെങ്കിലും സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഫ്രണ്ട്സുമായിട്ട് അങ്ങനെയൊക്കെ കിട്ടാറുള്ളൂ. ഒരു ദീനി മദ്രസ സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പം അവിടെ ഇങ്ങനെ എന്തൊക്കെയോ കുറെ ഓതാൻ പറയും, കുറെ പഠിക്കാൻ പറയും അല്ലെ, അങ്ങനത്തെ ഒരു നിർബന്ധങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ദീനിൽ ഒരു ഫൺ ഉണ്ടെന്ന് കുട്ടികൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ ദീനിലും ഫൺ ഉണ്ടെന്ന് കാണിക്കുന്ന, ഫണ്ണിലൂടെ നമ്മൾ ദീനിനെ വെറുതെ ഇങ്ങനെ കുറച്ച് കുറച്ച് കേട്ടും മനസ്സിലാക്കിയും പറഞ്ഞും കളിച്ചും ചിരിച്ചും ഒക്കെ അറിയുന്ന ഒരു കുഞ്ഞു പ്ലാറ്റ്ഫോമാണ് ഐഫോസി. പക്ഷെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ഇങ്ങനെ വേര് ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഓരോ ഗെയിമിലൂടെയും, ഓരോ അവർക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റിയിലൂടെയും, ഓരോ ക്ലാസ്സിലൂടെയും. ഒന്നും അവരുടെ അടുത്ത് തല്ലിയിട്ട് നീ നാളെ തന്നെ നന്നാവ്, നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നതല്ല. ഓക്കെ, ജസ്റ്റ് ഫോർ ഫൺ. പക്ഷേ ഒരൊറ്റ കാര്യം ഉള്ളത്, നമ്മളിങ്ങനെ അത് കുറച്ച് 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 അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും.
എപ്പോഴും കുറച്ച് കൊടുത്തോണ്ടേയിരിക്കും. എപ്പോഴും കുറച്ച് കുറച്ച് കൊടുക്കുമ്പോഴാണ് അവർക്ക് അതിങ്ങനെ അവരെ ഉള്ളിലേക്ക് മെല്ലെ പ്രോസസ് ആയിട്ട് അവർക്ക് അതിനെ ഇഷ്ടപ്പെട്ടിട്ട് അവര് തന്നെ ആഗ്രഹിച്ചിട്ട് ദീനിനെ തേടി വലുതാവുമ്പോൾ അവര് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തേക്ക് പോവുള്ളൂ. അപ്പൊ വലുതായിട്ടാണ് അവർക്ക് ശരിക്കും ദീൻ കിട്ടുന്നത്. ഓക്കെ, ഈ 8 വയസ്സിലോ 10 വയസ്സിലോ ഒന്നുമല്ല നമ്മൾ വിചാരിച്ച പോലെ അവര് ഭയങ്കര ദീനിന്റെ മൂത്താപ്പന്മാരാവുന്നത്. അവർക്ക് ഇഷ്ടമാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇപ്പം ഇഷ്ടവും സ്നേഹവും സന്തോഷവും കൂട്ടുകാരെയും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മെല്ലെ മെല്ലെ ദിവസവും കുറച്ച് എന്നുള്ള പോലെ അല്ലെങ്കിൽ മാസത്തില് അല്ലെ കുറച്ച് കുറച്ച് അവർക്ക് കൊടുത്ത് ആ ഒരു കണക്ഷൻ വിടാതെ അവരെ എൻജോയ്മെന്റിലെ മോഡിലൂടെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് അവർ വലിയ കുട്ടികളാകുമ്പോൾ അവരെന്നെ തീരുമാനിക്കും ഇത് ഞങ്ങൾക്ക് വേണോ വേണ്ടേന്ന്. എന്നിട്ട് അവരത് അന്വേഷിച്ച് തപ്പിപ്പിടിക്കുകയും ചെയ്യും. പക്ഷെ അപ്പൊ അവർ അന്വേഷിക്കുമ്പോൾ അവർക്ക് കറക്റ്റ് എങ്ങനെയാ അന്വേഷിക്കണ്ടേന്ന് അവർക്ക് മനസ്സിലാവും. അതെന്തുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നത്? ഇവിടെ നമ്മൾ വേരിനുള്ള വിത്തും വളവും അല്ലെ എല്ലാം കറക്റ്റ് ആയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേരങ്ങനെ ഇറങ്ങുമ്പോൾ അവർക്കറിയാം അത് ഏത് ഡയറക്ഷനിലാണ് വളരണ്ടേന്ന് അല്ലെ. വേറെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നല്ല ആഞ്ഞൊരു കാറ്റ് വീശി കഴിഞ്ഞാൽ കടപുഴകി വീണു പോവും. അപ്പൊ അത് വേണ്ട നമുക്ക്. ഓക്കെ, അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഒരൊറ്റ പേരൻസും വിചാരിക്കേണ്ട ഓ I4Cയിൽ ചേർത്തി കഴിഞ്ഞാൽ എന്റെ കുട്ടി നാളെ തന്നെ ആ ഒരു മുത്തക്കി ക്രൗൺ ഇട്ടിട്ട് നിൽക്കുന്ന ആരും വിചാരിക്കേണ്ട. കുട്ടികൾ വിചാരിക്കേണ്ട അതോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ പറഞ്ഞായിട്ട് നേറാക്കും. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ദീനെന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്ന കുട്ടികളാണ് നിങ്ങൾ എല്ലാവരും. അതെന്താന്ന് നമുക്ക് അങ്ങനെ അറിഞ്ഞങ്ങനെ പോവാം ഇൻഷാ അള്ളാ. ഓക്കെ, അപ്പം ജസ്റ്റ് അത്രയേ ഉള്ളൂ നമുക്ക് I4Cനെ കുറിച്ച് എന്താ എന്ന് പറയാനുള്ളത്. ഇനി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ റീസൺ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം നിങ്ങൾ എല്ലാവരും തന്നെ കുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം മാഷാ അല്ലാഹ് കൊടുക്കുന്നവരായിരിക്കും. അത് കൊടുക്കണം, കൊടുത്തുകൊണ്ടിരിക്കണം. ഏറ്റവും ഹയറായ രീതിയിൽ നമ്മളെ കുട്ടികളെ നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അറിവ് കൊണ്ടും സാമ്പത്തികമായിട്ടും ഇമോഷണലിയും ലോകപരിചയം എല്ലാ കാര്യം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുന്ന ഐഹികമായിട്ടുള്ള വിദ്യാഭ്യാസം ഒരു സൈഡിൽ കൂടെ കൊടുത്തുകൊണ്ടിരിക്കണം. പക്ഷേ നമ്മളെപ്പോഴും നമുക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജനറേഷനൊക്കെ പറ്റിയിട്ടുള്ള തെറ്റെന്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ എന്ത് പഠിക്കും, ഈ പറഞ്ഞ പോലെ ഐഹിക വിദ്യാഭ്യാസം മാത്രം പഠിക്കും, ജോലിയിലൊക്കെ ഷൈൻ ചെയ്യും, പക്ഷെ ജീവിക്കേണ്ടത് എങ്ങനെയാന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ദീൻ മാത്രം പഠിപ്പിക്കും, ഐഹിക വിദ്യാഭ്യാസം വേണ്ട എന്ന് പറയും. പക്ഷെ ഈ പഠിച്ച കാര്യം എവിടെയാ അപ്ലൈ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാതെ പോകും. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ദുനിയാവിൽ ജീവിച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് എത്തലാണ്. ഓക്കെ, അപ്പം ദുനിയാവിലും സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കണം, ആഖിറത്തിലും സക്സസ്ഫുൾ ആവണം. ആ ഒരു മോഡൽ ആണ് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം മോഡലാണ്. നമ്മൾ മദ്രസകളിലൊക്കെ പഠിക്കുന്ന ഒരു 5 കൊല്ലം പഠിച്ച് 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ എഴുതി, 7ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ എഴുതി, 9ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ എഴുതി, അത് കഴിഞ്ഞിട്ട് നിർത്തി, ബാക്കി സ്കൂൾ വിദ്യാഭ്യാസം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്നോ ജീവിതത്തിൽ തളരുമ്പം തിരിച്ചു വരുന്നതല്ല ദീൻ. ഓക്കെ, എന്നും അവരെ കൂടെ ഉണ്ടാവേണ്ടതാണ്. അപ്പോഴാണ് അവർക്ക് ജീവിതത്തിൽ ഓരോ സമയത്ത് തോറ്റു പോകുമ്പോൾ യെസ് ഇവിടെ ടിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കി അതെടുത്ത് അത് അപ്ലൈ ചെയ്ത് അവരെ ജോലി സ്ഥലത്താണെങ്കിലും അത് അപ്ലൈ ചെയ്ത് അവരെ പഠിക്കുന്ന സ്ഥലത്താണെങ്കിലും അത് അപ്ലൈ ചെയ്ത് അവരെ സ്വഭാവങ്ങളൊക്കെ ഇങ്ങനെ അവര് പോലും അറിയാതെ ട്രാൻസ്ഫോം ചെയ്ത് കൊല്ലങ്ങൾ കൊണ്ട് മാറി എടുക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഏജിലുള്ള കുട്ടികൾ 10ന്റെ തോടെയുള്ള കുട്ടികളായതുകൊണ്ട് അവർക്ക് നമ്മളെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും ടൈമും ഒക്കെ വേണം. എന്നാൽ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുഷ് കിട്ടുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം എക്സാം ഉണ്ട് ഇല്ലെങ്കിൽ ഉപ്പ ചോദിക്കും അല്ലെങ്കിൽ ഫെയിലായ ടീച്ചർ ചീത്ത പറയും, അത് അവരെങ്ങനെയെങ്കിലും അതിലേക്ക് എത്തും, ഡെയിലി ക്ലാസ്സിന് പോകുന്നുണ്ട്. അതേപോലെ മദ്രസ വിദ്യാഭ്യാസവും ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഉസ്താദുമാര് ചീത്ത പറയും, പരീക്ഷ ഉണ്ടെന്നുള്ളതുകൊണ്ട് അതിലേക്ക് എത്തും. ഇതിപ്പോ വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അവർക്ക് പുഷ് ഇല്ലാണ്ട് അവർക്ക് അതിന്റെ ആവശ്യകത പോലും അറിയില്ല. പക്ഷെ നമുക്ക് പേരൻസിന് നന്നായിട്ട് അറിയാം നമ്മളെ ജീവിതം കൊണ്ട് അല്ലെ നമ്മൾ ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു, എന്താണ് ഇന്നത്തെ എല്ലാവരുടെയും മൊത്തത്തിലുള്ള ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവിനേക്കാളും തിരിച്ചറിവ് എത്രത്തോളം ആവശ്യമാണെന്ന്. കാരണം അറിവ് അവരുടെ മുമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവര് കുറച്ച് വലിയ കുട്ടികളായി കഴിഞ്ഞാൽ വെറുതെ യൂട്യൂബിലോ ChatGPT ഇപ്പൊ തന്നെ അവർ ഓൾറെഡി അതിനകത്തൊക്കെ ആയിരിക്കും അല്ലെ. അവർക്ക് ഈ പറഞ്ഞ അറിവ് എപ്പോഴും കിട്ടും. പക്ഷെ തിരിച്ചറിഞ്ഞവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം ആ ഒരു സ്റ്റൈലിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കാനാണ് പ്ലാൻ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ലോങ് ടേം കമ്മിറ്റ്മെന്റ് വേണം I4Cയിൽ. അപ്പൊ നിങ്ങൾ പേരൻസ് കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം, എല്ലാ ദിവസവും എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാവില്ല, എല്ലാ ആഴ്ചയിലും ഇപ്പൊ നിങ്ങൾക്ക് 2-3 കുട്ടികൾ ഉണ്ടെങ്കിൽ 3 കുട്ടികളൊക്കെ I4C യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരേ ഫോണിലൊക്കെ ആണെങ്കിൽ ഒരു കുട്ടിക്ക് ഇത്ര സമയം എന്നുള്ള രീതിയിൽ ആഴ്ചയിൽ നിങ്ങൾ മാറ്റിവെക്കുക. ഞങ്ങളുടെ സെഷൻസ് ഒക്കെ മന്ത്ലി ഒരു സൈക്കിളാണ്. പക്ഷെ എന്നാലും ആഴ്ചയിൽ കുറച്ച് സമയം കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കറക്റ്റ് ആയിട്ട് ഒത്തു പോകാൻ പറ്റും. അപ്പം വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി. വാട്ട് എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ഇനി മുമ്പോട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോണത് ഇൻഷാ അല്ലാഹ്.
പേരൻസിന് കാര്യങ്ങളൊക്കെ ഒരുവിധം എന്തിനാന്നുള്ള ഒരു ഓവർവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വാട്ട് എന്നുള്ള ക്വസ്റ്റിനുള്ള ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും എന്തൊക്കെയാണ് ഐഫോസിൽ ഉള്ളത് എന്നുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി ന്യൂ മെമ്പേഴ്സിന്റെ അടുത്ത് പറയാൻ ഇതെന്തിപ്പോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുക, അതിനുള്ള ഉത്തരമാണ് നമ്മൾക്കൊരു അവനി എന്ന് പറഞ്ഞിട്ട്, അവനി എന്ന് പറഞ്ഞാൽ മൈ ഹെൽപ്പ് എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പൊ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാറ്റ് ബോട്ട് ഉണ്ട്. ആ ചാറ്റ് ബോട്ടിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. അതിലേക്കുള്ള ലിങ്ക് നിങ്ങളൊക്കെ വാട്സപ്പ് ചാനലിൽ ഉണ്ടോ? ഐഫോസിന്റെ വാട്സപ്പ് ചാനലിൽ ഉണ്ടെങ്കിൽ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. ഇനി ചാനലിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ചാറ്റിൽ ഒന്ന് ഈ ഒരു ലിങ്ക് ഇട്ടിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻസ്റ്റാളേഷൻ രജിസ്ട്രേഷൻ. ഓക്കെ, ഇൻസ്റ്റലേഷൻ രജിസ്ട്രേഷന് എന്താ വേണ്ടതെന്ന് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. നിങ്ങളെ ക്വസ്റ്റ്യന്റെ മേലെ ക്ലിക്ക് ചെയ്താൽ ആൻസേഴ്സ് വരും. ഇംഗ്ലീഷിലാണ്, കാരണം നമുക്ക് മലയാളത്തിൽ ഇത് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊക്കെ അല്ലെ മക്കളുടെ സ്കൂളിലെ അഡ്മിഷൻ ഫോം ആണെങ്കിലും ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ എന്തെങ്കിലും ഒരു കാര്യം ഫിൽ ചെയ്യാനാണെങ്കിലും ഒക്കെ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓപ്പൺ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് അതിലേക്ക് പിന്നെ വരാം. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് Q&Aയിലേക്ക് എടുക്കാം അതൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ ആരെങ്കിലും വീട്ടിലെ തന്നെ വലിയ കുട്ടികളുടെയോ അല്ലെങ്കിൽ കസിൻസിന്റെ ഒക്കെ സഹായം എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിനൊന്നും നമുക്ക് ഒരു പ്രയാസവും ഇല്ല. നമ്മൾ അത്ര സീരിയസ് അല്ലാണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ അത് കിട്ടിയില്ല, അത് ഇംഗ്ലീഷിലാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ വെക്കാം. അപ്പം നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമുക്ക് ഇത് മലയാളത്തിലൊക്കെ ചെയ്യാൻ കുറേ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിലേ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് വർക്ക്ഔട്ട് ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മറ്റ് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമുള്ള പല കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യുന്നത് പോലെ ഇത് നിങ്ങൾ ആരോടെങ്കിലൊക്കെ ഒന്ന് സഹായം ചോദിച്ചിട്ട്, കാരണം അത്രയും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഓരോ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ന്യൂ മെമ്പേഴ്സിനുള്ളതാണ് കേട്ടോ. ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത മെമ്പേഴ്സിനുള്ളതാണ് ഈ ലിങ്ക്. ഇനി യൂസ് ചെയ്യുന്ന മെമ്പേഴ്സിനുള്ളതിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അപ്പം ന്യൂ മെമ്പേഴ്സ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഇനി ഗോയിങ് ഫോർവേഡ്, അടുത്തത് ലേറ്റസ്റ്റ് ചേഞ്ചസ്. ഇവിടെയാണ് മാഷാ അല്ലാഹ് ശരിക്കും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ ഫീഡ്ബാക്സും ഈവൻ കൺസേൺസും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. കാരണം കഴിഞ്ഞ വർഷം ലൈക്ക് ഓൾമോസ്റ്റ് ഈ ജൂൺ 20-നോ 21-നോ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ വളരെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നീട് ആപ്പ് ആയതും ആപ്പിൽ കോഴ്സസും കാര്യങ്ങളും കൊണ്ടുവന്നതും നിങ്ങൾ യൂസ് ചെയ്തതും ഒക്കെയും ലൈക്ക് നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോയത്. അപ്പം അതുകൊണ്ട് വന്ന കുറച്ച് കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നോ രണ്ടോ വാക്കുകൾ സെന്റൻസസിൽ പറഞ്ഞിട്ട് പോവാം. എന്നിട്ട് ഡെമോ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു അനൗൺസ്മെന്റ് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പലപ്പോഴും എന്തെങ്കിലും ഒരു പുതിയ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ചിലർ കമ്മ്യൂണിറ്റി നോക്കാത്ത ആൾക്കാരുണ്ടാവും, ചിലർ ആപ്പിൽ അപ്ഡേറ്റ്സ് നോക്കാത്ത ആൾക്കാരുണ്ടാവും, അതായത് നോട്ടിഫിക്കേഷൻ നോക്കാത്തവരുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ലേറ്റസ്റ്റ് അനൗൺസ്മെന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അനൗൺസ്മെന്റ് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം പുതിയൊരു അനൗൺസ്മെന്റ് ഉണ്ടാവുമ്പോൾ പുഷ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും അതിനകത്ത്. ഓക്കെ, ആപ്പിനകത്ത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ചാലഞ്ചസ് നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ മുന്നത്തെ ചാലഞ്ചസ് കമ്മ്യൂണിറ്റീനകത്തായിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ചാലഞ്ച് കോർണർ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാലഞ്ച് കോർണറിൽ ഓരോ മന്തിലും നമ്മൾ കുട്ടികൾക്ക് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ചില സുന്ന പ്രാക്ടീസസ്. ഇപ്പൊ ഫസ്റ്റ് ഞങ്ങൾ കൊണ്ടുവന്നത് ബിസ്മി ആയിരുന്നു അല്ലെ. ബിസ്മി ചൊല്ലിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു മന്ത് ആണ് നമ്മൾ ചലഞ്ചിന് കൊടുക്കുക. അപ്പൊ ഡെയിലി എന്നുള്ളതുപോലെ അവർ അതിനു വേണ്ടി ശ്രമിക്കണം. ലൈക്ക് ചില ദിവസം വിട്ടുപോയിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ശ്രമിക്കുക. എന്നിട്ട് വീക്ക്ലി അവർക്ക് ഒരു ഫോം കൊടുക്കും സബ്മിറ്റ് ചെയ്യാൻ. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മന്ത് മുഴുവനും കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് വന്നു, അതായത് 4 ആഴ്ചയിൽ 4 പ്രാവശ്യം അപ്ഡേറ്റ് വന്നവരെ നമ്മൾ ചലഞ്ചിന്റെ സ്റ്റാർസ് ആയിട്ട്, അതായത് ആ ഒരു മന്ത്ലി സ്റ്റാർ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും. അങ്ങനെയാണ് ചലഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ
ഓരോ മാസവും അവർക്ക് വരുന്ന ചാലഞ്ച് എന്താന്ന് പേരൻസ് നോക്കി അവരെ കൂടെ ഒരു ബിസ്മിയൊക്കെ ആണെങ്കിൽ ഇപ്പം സലാം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇപ്പം ഈ മാസം എനിക്കൊന്ന് റൈറ്റ് സൈഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, വലത് കൈ ഉപയോഗിക്കുന്ന ആ ഒരു വലതിന്റെ സുന്നത്തുകളൊക്കെയാണ് ഈ മാസം വന്നിട്ടുള്ളത്. അപ്പൊ അത് പേരൻസിനും കൂടെ അവരെ കൂടെ ചെയ്യാം, നമുക്ക് ചെയ്യേണ്ടേ, ചലഞ്ച് സബ്മിറ്റ് ചെയ്യേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ മാഷാ അള്ളാ അത് റെഗുലർ ആയിട്ട് ചെയ്യുന്ന മക്കളുണ്ട് കേട്ടോ. അല്ലാഹുമ്മ ബാരിക്. അപ്പൊ അതൊക്കെ ശ്രമിക്കുക. നമുക്ക് കുഞ്ഞു കുഞ്ഞു ഇതുപോലെയുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ അതാണ് ചാലഞ്ച് കോർണർ. നെക്സ്റ്റ് വിന്നർ. നമ്മൾ മന്ത്ലി വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാറുണ്ട്. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് വിന്നേഴ്സിന്റെ പേജസ് കാണാം. അതായത് ചലഞ്ച് കോർണറിന് വിന്നർ ഉണ്ട്, പ്ലാറ്റിനം ലേണേഴ്സ് അതൊക്കെ നമ്മൾ ഡെമോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്ലാറ്റിനം കോർണേഴ്സ്. പിന്നെ ക്യൂസോണിന് വിന്നർ ഉണ്ട്, ഓരോ മന്ത്ലി ക്വിസിന് വിന്നേഴ്സ് ഉണ്ട്, മന്ത്ലി ചാമ്പ്യൻ ഉണ്ട്. അങ്ങനെ എല്ലാ വിന്നേഴ്സിനെയും നമ്മൾ 30th ഒരു മാസത്തിന്റെ അവസാനം 30-ാം തീയതി ഡിക്ലെയർ ചെയ്യും. അത് ആപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും. കുട്ടികൾക്ക് എന്ത് സന്തോഷമായിരിക്കില്ല അവരുടെ പേര് അവിടെ ഇങ്ങനെ കാണുമ്പോൾ, ഓ ഞാൻ ഈ മാസം ചെയ്തത് കൊണ്ട് എന്റെ പേര് വന്നു എന്ന് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ അതിന് പേരൻസ് ആയ നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുക്കേണ്ടി വരും. ആദ്യം കുറച്ച് അധികം എടുക്കേണ്ടി വരും. പിന്നെ അവരങ്ങ് ഇഷ്ടപ്പെട്ട അവരായിക്കോളും. അങ്ങനെ ചെയ്യുന്ന മക്കളുണ്ട് മാഷാ അള്ളാ. അപ്പം അതൊക്കെ വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യും മന്ത്ലി 30th. പിന്നെ ഉള്ള കാര്യം ബാഡ്ജസ്. ഓരോ കാര്യവും അവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബാഡ്ജ് ഉണ്ടാവും. ഇപ്പം ഒരു മൊഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊഡ്യൂളിൽ എന്താണോ അവരെ പഠിപ്പിച്ചത് ആ പേരിൽ നമ്മൾ ഒരു ബാഡ്ജ് കൊടുക്കും. അതെന്ത് സന്തോഷം അല്ലെ. ഓക്കെ, ഞാനിപ്പോ വിശ്വാസത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ലെസൺ പഠിച്ചു, അപ്പം ആ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ബാഡ്ജ്, അത് അവരെ ശരിക്കും അവരുടെ ഡ്രസ്സിന്റെ മുകളിൽ റൈറ്റ് സൈഡിൽ പിൻ ചെയ്തിട്ട് ഒരു ബാഡ്ജ് കൊണ്ട് നടക്കും. നമ്മൾ സ്കൂളിലൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ, നല്ല കുട്ടികൾക്ക് ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാഡ്ജ് ഒക്കെ കൊടുത്താൽ ഞാൻ ഭയങ്കര പ്രൗഡ് അല്ലേ. അപ്പം അതുപോലെ അവർക്ക് ബാഡ്ജസ് കൊടുക്കും. അത് എല്ലാവർക്കും കാണാൻ പറ്റും അവർക്ക് കിട്ടുന്ന ബാഡ്ജസ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ലീഡർ ബോർഡ്. അപ്പം ഈ ലീഡർ ബോർഡും ഇതൊക്കെ നിങ്ങൾക്ക് ഡെമോയിൽ കാണാം കേട്ടോ, അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും. ലീഡർ ബോർഡ് എന്ന് വെച്ചാൽ ഇപ്പം ആദ്യത്തെ 10 ആരൊക്കെയാണ് ലൈക്ക് ടോപ്പ് പോയിന്റ്, അതായത് ഈ ബാഡ്ജസിന് ക്ലാസ്സസ് ചെയ്യുന്നതിന് ചാലഞ്ച് ചെയ്യുന്നതിന് എല്ലാത്തിനും പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് ഒക്കെ വെച്ച് ആരാണ് ഏറ്റവും ടോപ്പ് പോയിന്റ് ഓരോ പൊസിഷനിലും, ഐ മീൻ ഓരോ സമയത്തും ആദ്യത്തെ 10 ആരൊക്കെയാ ഉള്ളത് എന്നുള്ളത് കാണിക്കും. അത് കാണുമ്പോഴും പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെ, ഇൻഷാ അള്ളാ. പിന്നെ ചാമ്പ്യൻ, ഈ പോയിന്റ്സ് വെച്ചിട്ട് ഓരോ മന്തിലും ഇതേപോലെ 30th മന്ത്ലി ചാമ്പ്യൻ ആരാണെന്ന് ഡിക്ലെയർ ചെയ്യും. ഓരോ ഗ്രൂപ്പിലും. ഓരോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കിഡ്സിന് ഗേൾസിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ബോയ്സിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്. മത്സരങ്ങൾ ഗേൾസിന്റെ ഇടയിലും ബോയ്സിന്റെ ഇടയിലുമാണ്. ഓക്കെ, മിക്സ് ആവാറില്ല. നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. പിന്നെ ഉള്ളൊരു കാര്യം അവനിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഫ്രഷ് അതായത് പുതിയ ആൾക്കാർക്ക് നമ്മളൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടെന്ന്, ചാറ്റ് ബോട്ട്. അതേപോലെ ഓൾറെഡി ആപ്പിലുള്ള ആളുകൾക്കും ഒരു ചാറ്റ് ബോട്ട് ഉണ്ട്. അപ്പം അതിൽ നിങ്ങളുടെ ഓൾമോസ്റ്റ് ആപ്പ് യൂസ് ചെയ്യുന്നതിന്റെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടികളും അതിനകത്തുണ്ട്. ഇനി അതല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ അയച്ച് ഞങ്ങളെ അറിയിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ നമുക്ക് പോകെ ഇനി അടുത്ത വർഷം ഈ സമയം ആകുമ്പോഴേക്കും നിങ്ങളുടെ കൺസേൺസ് ഒക്കെ മനസ്സിലാക്കി ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കും. ഇത് കുറേ കൊല്ലങ്ങളോളം നമുക്കിങ്ങനെ കൊണ്ടുപോകാനുള്ളതാണ് അല്ലെ. നമ്മളെ മക്കളൊക്കെ ദീനിനെ നല്ല ഇഷ്ടത്തോടു കൂടി പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളതാണ്. നാളെ അവര് ദീന അന്വേഷിച്ച് പഠിച്ച് ശരിയായ രീതിയിൽ പഠിച്ച് അവരെ ദീനം സെറ്റാക്കി ചുറ്റുപാടുകളുള്ള ആൾക്കാരുടെ ദീനം കൂടെ സെറ്റാക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരാനുള്ളതാണ്. ഓക്കെ, ഇൻഷാ അല്ലാ. നൗ കഴിഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഡെമോയിലേക്ക് ഒന്ന് പോവാം ഇൻഷാ അല്ലാ. അതായത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആളുകൾക്ക് ഞാൻ ക്വിക്കായിട്ടൊരു ഡെമോ കാണിച്ചു തരാം ഇൻഷാ അല്ലാ. എന്നിട്ട് ചെയ്ത ആളുകളിലേക്ക് പോവാം. അപ്പം അതാണ് നമ്മുടെ ഒരു ക്വിക്ക് ഡെമോ. ഇനി നമുക്ക് Q&A സെഷനിലേക്ക് പോവാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഓൾറെഡി യൂസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്നവർക്കോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം ഇൻഷാ അല്ലാ. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം അല്ലേ, അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം ഇൻഷാ അല്ലാ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ചോദിക്കാം ഇൻഷാ അല്ലാ. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته. الحمد لله.